ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, നമ്മൾ ക്രിസ്മസിന് എടുത്തു വെച്ച സാധനങ്ങളും എല്ലാം ഞാൻ തിരിച്ച് ഒരു ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് വെച്ച് അത് പാക്ക് ചെയ്ത് വെക്കുന്ന വീഡിയോയും കുറച്ച് ക്ലീനിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഓൾറെഡി ഞാൻ വീട്ടിൽ വെച്ചിരുന്ന കുറേ സാധനങ്ങൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം തിരിച്ചെടുത്ത് അതത് സ്ഥാനത്ത് കൃത്യമായിട്ട് വെക്കണം. അപ്പം ഞങ്ങൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നതും എക്സാമും അതിൻ്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികൾ ഭയങ്കര തിരക്കിലായി. ഇവിടെയാണെങ്കിൽ IG ഡേയും IG സ്പോർട്സും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേശ്ശെ സമയം കിട്ടുന്ന സമയത്ത് ഞാൻ ഓരോ ഭാഗങ്ങളായിട്ട് ഒതുക്കി വൃത്തിയൊക്കെ ആക്കി വരുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ക്രിസ്മസിന് വേണ്ടി ഡെക്കറേറ്റ് ചെയ്തിരുന്ന സാധനങ്ങളെല്ലാം ആദ്യം ഞാനൊരു ടേബിളിൻ്റെ പുറത്തോട്ട് എടുത്തു വെച്ചു. പിന്നെ ഓൾറെഡി ഞാൻ ബോക്സുകൾ കാലിയായ ബോക്സുകളും എല്ലാം എടുത്ത് വെച്ചിട്ട് അതെല്ലാം ഇതുപോലെ തന്നെ ബബിൾ റാപ്പൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം എടുത്ത് തിരിച്ച് ഇതുപോലെ തന്നെ എല്ലാം ബബിൾ റാപ്പ് ചെയ്തിട്ട് പാക്ക് ചെയ്ത് വെക്കുക കേട്ടോ ചെയ്തത്. ഇത് വെക്കുമ്പം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കുത്തി നിറച്ചൊന്നും വെക്കാനായിട്ട് നോക്കാറില്ല. മാക്സിമം പൊട്ടാതെയൊക്കെ അത് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാട്ടോ ഞാൻ വെക്കാറുള്ളത് ഓരോ ബോക്സുകളിലും. പിന്നെ മോൾ ഭാഗത്ത് കൂടുതലും അങ്ങനെ പൊട്ടുന്ന സാധനങ്ങളൊന്നും അധികം വെക്കാതെ നമുക്ക് സുഖമായിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലാട്ടോ ഞാൻ എപ്പോഴും പാക്ക് ചെയ്ത് വെക്കാറുള്ളത്. പിന്നെ നമുക്ക് എടുക്കുമ്പോഴാണെങ്കിലും എന്തൊക്കെ സാധനങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് അധികം എല്ലാം തുറന്നു നോക്കാതെ നമുക്ക് കാണാനും പറ്റും. അങ്ങനെ ചെറിയ ബോക്സുകളാണിത്. ഈ ബോക്സുകൾ ഞാൻ മേടിച്ചത് ആമസോണിൽ നിന്നാണ് കേട്ടോ. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വേണം എന്നുള്ള ആൾക്കാർ അതൊന്ന് ചെക്ക് ചെയ്താൽ മതിയേ. ഇതിൻ്റെ വലിപ്പത്തിലുള്ള ബോക്സുകളും കിട്ടും. ഇങ്ങനത്തെ ബോക്സുകൾ ഭയങ്കര നമുക്ക് സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഞാൻ ചിലപ്പം ഈ നൂലൊക്കെ ബൾക്കായിട്ട് മേടിക്കുമ്പം ഇങ്ങനത്തെ ബോക്സുകളിലാണ് ഞാൻ പൊടി കയറാതെയൊക്കെ സൂക്ഷിച്ച് വയ്ക്കുക. ചിലപ്പം ക്രോഷ്യോ ചെയ്ത വർക്കുകളും ഇങ്ങനത്തെ ബോക്സുകളായിരിക്കും കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് എഴുതി വെക്കാനും പറ്റും എന്തൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത് എന്നുള്ളതൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഞാൻ പിന്നെ അത് ചെയ്യാറില്ല, കാരണം ഓരോ വർഷവും ചിലപ്പോൾ ഞാൻ മാറ്റി ഒക്കെ ആയിരിക്കും അതിൻ്റെ അകത്ത് സാധനങ്ങൾ ഫില്ല് ചെയ്ത് വെക്കുന്നത്. എനിക്ക് ഈ പൊട്ടുന്ന ക്രിസ്മസിൻ്റെ സാധനങ്ങൾ മാത്രമാണ് ഞാൻ ബബിൾ റാപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ളതെല്ലാം നേരിട്ട് അങ്ങനെ തന്നെയാണ് വെക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. കാരണം ഇതിൻ്റെ അകത്ത് വെക്കുന്ന കാരണം കൊണ്ട് അങ്ങനെ പൊടിയൊന്നും കയറത്തില്ല. എനിക്ക് 1-2 കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഒന്ന് കാണിക്കാവോ, എങ്ങനെയാണ് ഇതെല്ലാം എടുത്ത് വെക്കുന്നത്, ഇത്ര വർഷമായിട്ടും ഓരോ സാധനങ്ങളും ഇതുപോലെ പുതിയതുപോലെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഓരോ വർഷവും ക്രിസ്മസ് കഴിയുമ്പം എടുത്ത് ഓരോന്നും ഇതുപോലെ പൊതിഞ്ഞ് നീറ്റായിട്ട് ക്ലീനായിട്ടും വെക്കും കേട്ടോ. പിന്നെ ട്രീ ഓർണമെൻറ്റ്സുകളൊക്കെ നമുക്ക് ഒരു 3-4 വർഷമൊക്കെ കൂടിക്കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് പഴയതെന്ന് തോന്നുന്നതൊക്കെ ഞാൻ മാറ്റി പുതിയത് ആക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ വർഷം മേടിച്ച ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ഒതുക്കി കയറ്റി എൻ്റെ ആ ഒരു പഴയ സ്പേസിൽ തന്നെ വെക്കുക എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ടാസ്ക്. കാരണം സ്പേസ് എപ്പോഴും നമ്മൾ ഓരോ വർഷവും പുതിയ സാധനങ്ങൾ മേടിക്കും തോറും അതിങ്ങനെ സ്പേസ് കൂടില്ലല്ലോ. നമ്മൾ ആ സ്പേസിലേക്ക് തന്നെ ഒതുക്കി വെക്കാനായിട്ട് നോക്കുക ചെയ്യാറ് കേട്ടോ. പിന്നെ നമുക്ക് നല്ല ഹൈറ്റിലുള്ള ഈ ട്രീകളൊക്കെ മേടിക്കുമല്ലോ നമ്മൾ സൈഡിലൊക്കെ വെക്കാനായിട്ട്. അങ്ങനെയുള്ളതെല്ലാം പൊടി കയറാതെ നല്ലതുപോലെ സൂക്ഷിച്ച് വെക്കണം. അപ്പം അത് ഈ ചെറിയ ബോക്സ്, ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് ചെറിയ ബോക്സാണ്, അപ്പോൾ അതിൻ്റെ അകത്ത് കൊള്ളില്ല. അങ്ങനെയുള്ളത് ഞാൻ ഇതുപോലെ വലിയ കവറുകൾ കൊണ്ട് കവർ ചെയ്തിട്ടാണ് വെക്കാറുള്ളത് കേട്ടോ. പിന്നെ ഈ പ്രാവശ്യം പുതിയതായിട്ട് മേടിച്ച ഈ ഒരു ടേബിൾ ഡെക്കറേഷൻ ഉണ്ടായിരുന്നു. അതായിരുന്നു എനിക്ക് മെയിനായിട്ട് ഞാൻ എങ്ങനെ കവർ ചെയ്ത് വെക്കും എന്നുള്ളത്. അത് കവർ ചെയ്ത് കൊണ്ടുവന്ന ബബിൾ റാപ്പ് ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് അവർ കവർ ചെയ്ത് തന്ന് വിട്ടത് അതുപോലെ തന്നെ മാക്സിമം ഞാൻ കവർ ചെയ്തിട്ട്
അങ്ങനെ തന്നെ ഞാൻ എടുത്തു വെക്കാനാട്ടോ ശ്രമിച്ചത്. പക്ഷേ ഇത് ഞാൻ ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഒന്നെങ്കിൽ ഞങ്ങളുടെ കബേർഡിൻ്റെ മുകളിൽ ലോഫ്റ്റിൽ സൂക്ഷിച്ച് വെക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കട്ടിലിൻ്റെ താഴെ ഞങ്ങൾക്ക് സ്പേസ് ഉണ്ട്, ഫുൾ സ്റ്റോറേജ് സ്പേസ് ഉള്ള കോട്ടുകളാണ് കേട്ടോ എല്ലാം. അപ്പം അതിൻ്റെ താഴെ ഈ ബോക്സുകളായിട്ട് അങ്ങനെ തന്നെയാണ് വെക്കാറുള്ളത് കേട്ടോ. പിന്നെ ഈ ഫ്ലവർ അറേഞ്ച്മെൻറ്റിൻ്റെ എന്താ പറയുക സാധനങ്ങളുണ്ടല്ലോ, ലീഫുകൾ കാര്യങ്ങളെല്ലാം, അതെല്ലാം ഒരു ബോക്സിൻ്റെ അകത്തായിട്ടാണ് മാക്സിമം ഞാൻ വെക്കാറുള്ളത്. അല്ലെങ്കിൽ വലിയ ബോക്സിനോ ചെറിയ ബോക്സിലോ 2 ബോക്സിലൊക്കെ ആക്കിയിട്ട് വെക്കും. അതെല്ലാം ഒരുമിച്ച് വെക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പിന്നീട് എന്തെങ്കിലും ഒരു ഡെക്കറേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കത് എടുക്കാനും അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ ആവശ്യമുള്ളത് നമുക്ക് ആ ഡെക്കറേഷനിലേക്കുള്ളതെന്ന് നോക്കിയിട്ട് നമുക്ക് വേറെ ഡെക്കറേഷനുകൾക്ക് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ക്രിസ്മസിൻ്റെ ടൈമിൽ ഉപയോഗിക്കുന്ന ലീഫും കാര്യങ്ങളും ആ ഗോൾഡൻ ലീഫ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഒരുമിച്ചൊരു ഇതിനകത്താക്കി വെച്ചു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓൾറെഡി ഞാൻ വലിയ വലിയ ബോക്സുകളിലാക്കിയിട്ട് നമ്മുടെ വീട്ടിൽ ഓൾറെഡി വെച്ചിരുന്ന കുറച്ച് സാധനങ്ങൾ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് തിരിച്ച് അതുപോലെ തന്നെ തിരിച്ച് വെച്ചു. ഇത് നല്ലൊരു പണിയാണ് കേട്ടോ. ക്രിസ്മസിൻ്റെ സമയത്ത് നമ്മളൊരു സാധനങ്ങൾ എടുത്ത് ഡെക്കറേറ്റ് ചെയ്യുക, പിന്നെ കുറച്ചൊരു 2 മാസം കഴിയുമ്പോൾ അതെല്ലാം എടുത്ത് തിരിച്ച് നമ്മൾ പാക്ക് ചെയ്ത് വെക്കുക. പക്ഷേ ഇതെല്ലാം എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളായതുകൊണ്ട് എനിക്കിതിലൊന്നും ബോറടിക്കാറില്ല കേട്ടോ. പംകിൻസൊക്കെ ഞാൻ കുറച്ച് അധികം ചെയ്തതുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ഇരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരുന്ന 2-3 എണ്ണം കൂടി എടുത്ത് വെച്ചു കേട്ടോ. അത് വെച്ചിരുന്ന പ്ലേറ്റ് ഒരു ക്രിസ്മസ് ടൈമിൽ ഞാൻ മേടിച്ചതാണ്. അപ്പോൾ അതെടുത്ത് ഞാൻ പാക്ക് ചെയ്ത് വെച്ചു. അതിനി അടുത്ത ക്രിസ്മസിന് എടുക്കാം. അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു, അതെല്ലാം ഞാനെടുത്ത് തിരിച്ച് പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ. ഇനി എനിക്ക് ചെടികളൊക്കെയാണ് മെയിനായിട്ട്, ചെടികൾ പോട്ടെ, ഫ്ലവർ അറേഞ്ച്മെൻറ്റുകളാണ് എനിക്ക് മെയിനായിട്ട് ഒതുക്കി വെക്കാനുള്ളത്. അപ്പോൾ ഈ വർഷം മേടിച്ച കുറച്ച് ഫ്ലവർ പോട്ടുകൾ ഉണ്ടായിരുന്നു പുതിയത്, അതുമെല്ലാം ആ വലിയ ബോക്സുകളിലേക്ക് ഞാൻ പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ ഈ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഫ്ലവർ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മേടിക്കുന്ന ഫ്ലവറുകളാണെങ്കിലും ആ ഫ്ലവറുകൾക്ക് അധികം കംപ്ലൈൻറ്റ് വരാണ്ട് നീളത്തിലുള്ള ബോക്സിൽ അങ്ങനെ തന്നെ ഇറക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത വർഷവും ഒക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ റെഡും ഗോൾഡനും തീമിലുള്ള ഐറ്റംസുകൾ കുറച്ച് നാളുകളായി തന്നെ കാണുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് മാറ്റി. പിന്നെ എനിക്ക് വേറെ കുറച്ച് ഫ്ലവർ അറേഞ്ച്മെൻറ്റ് ചെയ്ത് വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ട സാധനങ്ങൾ അവിടെ തന്നെ വെച്ചു. ബാക്കിയെല്ലാം ഞാൻ ഇതുപോലെ നീളത്തിലൊരു ബോക്സിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഇറക്കി വെച്ചു. പിന്നെ എനിക്ക് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നത് ട്രീ ആയിരുന്നു. ട്രീയുടെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ റിബൺ ഞാൻ കുറേ നാൾ മുമ്പ് ജ്വാൻ എന്ന് പറയുന്ന ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ആ റിബണിൻ്റെ 2 സൈഡിലും നമുക്ക് വയറുണ്ട്, ചെറിയൊരു കമ്പി അതിൻ്റെ ഉള്ളിൽ കൂടെ കയറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് ഏത് ഷേപ്പിന് വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇപ്പം അങ്ങനത്തെ റിബണൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ട്. അന്ന് ആ സമയത്ത് ഭയങ്കര കുറവായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു 4-5 വർഷമായിട്ട് എൻ്റെ കയ്യിലുള്ള റിബണാണ് അത്. അപ്പോൾ അതെല്ലാം ചുരുട്ടിയെടുത്ത് വെച്ചു. അതിൻ്റെ ഒപ്പം തന്നെ ട്രീയിലുള്ള ഓർണമെൻറ്റ്സുകളും കാര്യങ്ങളും ഫ്ലവറിൻ്റെ ഒക്കെ അതിൻ്റെ ഒപ്പം തന്നെ വെച്ചു. പിന്നെ എൻ്റെ ക്രോഷ്യയുടെ ഓർണമെൻറ്റ്സുകളും ബാക്കി ക്രോഷ്യ വെച്ചിട്ടുണ്ടായിരുന്ന ട്രീ ഓർണമെൻറ്റ്സുകളെല്ലാം ഒരു ബോക്സിൻ്റെ അകത്താക്കി. അല്ലാതെയുള്ള ഈ ഗ്ലിറ്റേഴ്സ് വരുന്ന ഓർണമെൻറ്റ്സുകളുണ്ടല്ലോ അതെല്ലാം ഒരുമിച്ച് ഒരു സെക്ഷനിലേക്ക് മാറ്റി. അങ്ങനെ അടുക്കി പറക്കി ഒതുക്കി അതെല്ലാം നീറ്റാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഈ ക്രിസ്മസ് കഴിഞ്ഞിട്ട് നമ്മൾ വീടെല്ലാം ഒതുക്കി കഴിഞ്ഞ് അതിൽ സാധനങ്ങളെല്ലാം മാറ്റി കഴിയുമ്പോൾ ഉണ്ടല്ലോ വീട്ടിൽ ഒരുപാട് സ്പേസ് വന്ന പോലെ തോന്നും എനിക്ക്. വീട്ടിലൊന്നും ഇല്ലാത്ത പോലെയും അല്ലെങ്കിൽ ഒരുപാട് സ്പേസ് കിട്ടിയ പോലെയൊക്കെ തോന്നും കേട്ടോ. നേറ്റിവിറ്റി സെറ്റിൻ്റെ ബോക്സൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ തിരിച്ച് അതിൻ്റെ അകത്തോട്ട് തന്നെ കറക്റ്റായിട്ട് എടുത്ത് വെച്ച് ഒതുക്കി കയറ്റി ഞാൻ വെച്ചു കേട്ടോ. അതിൻ്റെ ബോക്സ് ഒന്നും ഞാൻ കളയാറില്ല കേട്ടോ. ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നാൽ ഇതിൻ്റെ ബോക്സ് എല്ലാം ഞാൻ എടുത്ത് വയ്ക്കും. പിന്നെ എനിക്ക് പഴയതൊരെണ്ണം ഉണ്ടായിരുന്നത് മാറ്റിയിട്ട് കഴിഞ്ഞ വർഷമാണ് ഞാൻ പുതിയത് മേടിച്ചത്. ഞാനത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന ബോക്സ് ഞാൻ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ആ ബോക്സിൻ്റെ അകത്ത് തന്നെ കയറ്റിയിട്ട് അതും എടുത്തു വെച്ചു. അങ്ങനെ ക്രിസ്മസിൻ്റെ അടുക്കലോ ഒതുക്കലൊക്കെ ഒരുവിധമായി എന്ന് വേണമെങ്കിൽ പറയാം. ക്രിസ്മസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ ഒതുക്കി വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓരോരോ സാധനങ്ങളൊക്കെ മാറ്റി ഇനിയിപ്പം ഇവിടെ കിടന്നിരുന്ന ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കണം. ഇതിൽ ഞാൻ സ്നോഫ്ലേക്സ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ ഇനി പയ്യെ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊന്ന് മാറ്റി ഞാൻ ഇത് ഇട്ടു കേട്ടോ. നമ്മൾ അന്ന് മേടിച്ചില്ലേ ഒരു ക്രിസ്മസിൻ്റെ ടൈമിൽ, അതാണ് ഞാൻ ഇട്ടത്.
വീട് ഫുള്ള് ഒരു റെഡ് ആൻഡ് വൈറ്റ് തീമിലാണ് ഇരുന്നിരുന്നത്. അപ്പം നമ്മൾ ക്രിസ്മസ് ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പം കുറച്ചും കൂടിയും ഒരു കാണാത്ത കളറും അല്ലെങ്കിൽ നമ്മളധികം വീട്ടിൽ വെക്കാത്ത കുറച്ച് കളർ കോമ്പിനേഷനിൽ ഫ്ലവേഴ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണമെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് ഇതുകൾ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഇതിപ്പം നമ്മുടെ പഴയ കളർ കോമ്പിനേഷനിൽ ഉണ്ടായിരുന്ന ഒരു ഇത് ഞാൻ ഈ എന്താണ് പറയുക, ചെറി ബ്ലോസം പോലത്തെ ഈ ഫ്ലവർ ചെയ്യുന്നത് ഞാൻ ഇടാം കേട്ടോ വീഡിയോ. എന്നോട് അത് ചോദിച്ചിട്ടുണ്ട് കുറേ പേര്, ഞാൻ ഇടാം. അപ്പോൾ ആ ഫ്ലവറും ഒരു പർപ്പിൾ ഷെയ്ഡും മാത്രം, ഇത് പൈപ്പ് ക്ലീനേഴ്സ് വെച്ചിട്ട് ചെയ്ത ഫ്ലവറാണ്. ഇതും മാത്രം വെച്ചിട്ട് ഉള്ളൊരു കോമ്പിനേഷൻ ഉണ്ട്. ഇത് നമുക്ക് ഇവിടേക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് എപ്പോഴും കുറേ നാളായിട്ടുണ്ടല്ലോ ഞാൻ എപ്പോഴും ഈ ഒരു ഫ്ലവർ അറേഞ്ച്മെൻറ്റിൻ്റെ ഇത് ശരിക്കും ഒരു കാൻഡിൽ ഡെക്കറേഷൻ്റെ പോട്ടാണ്. അത് എപ്പോഴും ഫ്രണ്ടിലാണ് വെക്കാറുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു അത് ഈ സൈഡിൽ കൊടുക്കാം എന്നുള്ളത്. ഫ്രണ്ടിൽ നമുക്ക് ഈ പോട്ട് കൊടുക്കാം കേട്ടോ. ഈ ഫ്ലവേഴ്സ് എല്ലാം ഞാൻ ഇപ്രാവശ്യം പോയപ്പോൾ ഐക്യെന്ന് മേടിച്ചതാട്ടോ. അപ്പോൾ എല്ലാം ഒരു പർപ്പിളും ബ്ലൂവും ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് ഇപ്രാവശ്യം ഫ്ലവേഴ്സ് എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ മൊത്തത്തിലെല്ലാം ഒരു ചേർന്നിരുന്നോളും. അപ്പോൾ ഇത് നമുക്കിവിടെ ഈ ഫ്രണ്ടിലോട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ പുറത്തേക്ക് കൊടുക്കാം. ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ടോളായിട്ട് ഒരെണ്ണം വെച്ച് അറേഞ്ച് ചെയ്യുന്നത്. ഭംഗിയുണ്ടാവുമെന്ന് തോന്നുന്നു. പിന്നെ ഉണ്ടല്ലോ നമുക്കിത് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ഈ ലൈറ്റ്, ഇതിൻ്റെ ബാക്കിൽ ലൈറ്റ് കൊടുത്തിരുന്നതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ നമുക്ക് മാറ്റി ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട്. ഇവിടെ പിന്നെ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചു ഒരു കപ്പ് കേക്ക് സ്റ്റാൻഡിൻ്റെ പുറത്ത് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ട് അറേഞ്ച് ചെയ്തു. അത് ചിലപ്പോൾ ഇനി ഞാൻ മാറ്റി ചെയ്യും കേട്ടോ, അത് തോന്നുന്നത് പോലെ. പിന്നെ നമുക്കിനി ഈ വലിയ ഫ്ലവർ അറേഞ്ച്മെൻ്റാണ്. അത് നമുക്ക് ആ കോർണറിൽ കൊടുക്കാം. കുറച്ചും കൂടി കയറി വരുമ്പം കാണുന്നൊരു കോർണറാണ്. നമ്മളുടെ ഈ ഫ്ലവർ അറേഞ്ച്മെൻറ്റിൻ്റെ ഉള്ളിലെ ഈ റെഡ് ഫ്ലവർ ഞാൻ മാറ്റിയിട്ടില്ല. ഇനി ഇതെല്ലാം ഞാൻ മാറ്റിയിട്ട് വൈറ്റ് അത് തന്നെ വെക്കും കേട്ടോ. എന്നിട്ട് ഈ റെഡ് മാറ്റിയിട്ട് ഈ ഒരു കളർ ഷെയ്ഡിലുള്ള ഏതെങ്കിലും ഒരെണ്ണം ഫ്ലവർ ചെയ്ത് വെക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം എല്ലാം ഒരു യുണീക്കായിട്ട് ഇരുന്നോളും. നമുക്ക് ഇവിടെ വയ്ക്കാം. പിന്നെ എനിക്ക് ക്ലീൻ ആക്കാനായിട്ടുള്ള ഒരു ഏരിയ കേട്ടോ. ഇന്ന് ഞാൻ വിചാരിച്ചു ഈ വീഡിയോയുടെ അകത്ത് കുറച്ച് ഞാൻ ചെയ്യുന്ന ക്ലീനിങ്ങിൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്പുകളൊന്ന് കാണിച്ചു തരാം എന്നുള്ളത്. എൻ്റെ അടുത്ത് ചില ആൾക്കാർ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇത്രയും ഇതായിട്ട് ക്ലീൻ ആക്കി വെക്കുന്നതെന്നുള്ളത്. നമ്മൾ പല പല കാര്യങ്ങൾ ചെയ്ത് നോക്കി പിന്നെ അങ്ങ് സക്സസ് ആയി വരുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇവിടെ ഈ പ്രയർ യൂണിറ്റിൽ മിക്കപ്പോഴും രാവിലെയും വൈകുന്നേരവും എല്ലാ ദിവസവും ഞങ്ങൾ തിരി കത്തിക്കുന്ന. അപ്പോൾ ഇത് കണ്ടോ, ഇത് നിറച്ച് മെഴുകുതിരി ഇങ്ങനെ ഇറ്റിറ്റിട്ട് വീഴും ഇവിടെ ഫുള്ള്. ഇതാ, അപ്പം ഇങ്ങനെ ഫുള്ള് വീഴും. അപ്പോൾ അതങ്ങനെ ഒരു പരിധി വരെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലത്തെ ഈ പേപ്പർ ഇവിടെ ഇടുന്നത് കേട്ടോ. അപ്പം കുറേയൊക്കെ അതിൽ വീഴും. അപ്പം എപ്പോഴും ഇത് ക്ലീൻ ആക്കൽ നല്ലൊരു പണിയാണ് എനിക്ക്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റ് വെച്ചിട്ട് ഇങ്ങനെ ചരണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെയൊക്കെ പാട് വീഴും. പിന്നെ ഞാൻ അതിനൊരു ട്രിക്ക് കണ്ടുപിടിച്ചു കേട്ടോ. ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് ഞാൻ അങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ. അതിന് ആദ്യം നമ്മൾ അവിടെയുള്ള മൊത്തം സാധനങ്ങൾ, ഈ ഒരു ക്ലീൻ ചെയ്യേണ്ട ഏരിയയിലുള്ള ഈ സാധനങ്ങളൊന്ന് മാറ്റുക. ഇതൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. ഈ പേപ്പറൊക്കെ നമുക്ക് കളയാം. അത് ഡിസ്പോസിബിളായിട്ട് നമുക്ക്, ഇതിപ്പോൾ ഈ ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന പേപ്പറാണ്. ഇത് എൻ്റെ കയ്യിൽ ഒരു ഹോട്ട് ഗണ്ണുണ്ട്. ഇത് ഗ്ലൂ ഗണ്ണല്ല,
നമ്മുടെ ഈ റെസിൻ ആർട്ടൊക്കെ ചെയ്യുമ്പം നമുക്ക് ബബിള് പൊട്ടിക്കാനും പിന്നെ ചില സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇങ്ങനെ നന്നായിട്ട് ചേർന്നിരിക്കാനൊക്കെ ആയിട്ട് ഹീറ്റ് ഗണ്ണാണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ. ഇത് ചെറിയ പിള്ളേരൊന്നും ചെയ്യാനായിട്ട് നിൽക്കണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാതെ ഞാൻ കത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ പണിയാവേ. അപ്പം സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതിൻ്റെ ഇതിലിട്ടിട്ട് നമ്മളൊന്നിങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പം അതിങ്ങനെ ഉരുകി വരും. ഇത് കണ്ടോ, നമ്മളിതിൻ്റെ ഇത് ലോയിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഈ അറ്റം ഇവിടെയെല്ലാം ഇങ്ങനെ ഉരുകി ഇങ്ങനെ വരും വേണ്ട. എന്നിട്ട് നമ്മളത് ടിഷ്യൂ വെച്ചിട്ട് ഇങ്ങനെ തുടച്ചെടുക്കുക. ടിഷ്യൂവോ ക്ലോത്തോ എന്താണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് തുടച്ചെടുക്കുക. കാണുന്നുണ്ടോ? ഇത് അങ്ങോട്ട് റെഡ് ആവില്ലേ? ഇല്ല, ഞാൻ അങ്ങനെ തുടച്ചെടുക്കുകയല്ലേ ചെയ്യുന്നു. ഇത് നമ്മൾ അധികം ആകുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ചെയ്തെടുത്താൽ നല്ലതാട്ടോ. ക്ലോത്ത് ഉണ്ടെങ്കിൽ ക്ലോത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കി എടുത്താലും മതി. ഇത് നമ്മളുണ്ടല്ലോ, നമ്മൾക്ക് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എവിടെയെങ്കിലും ഹമ്പുണ്ടോ. നമുക്ക് ശരിക്കും ചിലപ്പോൾ കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ പിന്നെയും ഇത് കൊടുത്തിട്ട് ചൂട് കൊടുത്തിട്ട് നമ്മളിങ്ങനെ വൃത്തിയാക്കി എടുത്താൽ മതി. അവിടെ ഒട്ടും ഒരു പാടോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ലോണം ക്ലീനായി കിട്ടും. നമുക്ക് ഈ അരികൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഇത് പിന്നെ സ്ലോന് ചെയ്തെടുക്കണം കേട്ടോ. സ്ലോന് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഏരിയ കഴിഞ്ഞ് അപ്പുറത്തോട്ട് ചെയ്ത് പോവുക. ഇത് ഹീറ്റ് ഗണ്ണാണ്, അത് കാരണം കൊണ്ട് നല്ലോണം സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ. അതും നമ്മൾ വുഡിൻ്റെ പുറത്താണ് ചെയ്യുന്നത്. അപ്പം അതുപോലെ കെയർഫുള്ളായിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ. ഇത് ഒരുപാട് ചൂട് ചെന്ന് കഴിഞ്ഞാൽ ഇത് അവിടെ പാട് വരും, ഒരു ബ്രൗൺ കളർ വരാനും സാധ്യതയുണ്ട്. നമുക്ക് കാൻഡിൽ വെച്ചിട്ടുള്ള ഏത് ഇതുകൾക്കും നമ്മളിപ്പോൾ ഏതെങ്കിലും പാത്രത്തിൽ, ഗ്ലാസിൻ്റെ പാത്രത്തിലാവുമ്പം മാത്രം നമ്മൾ സൂക്ഷിക്കണം. കാൻഡിൽ വെച്ചിട്ടുള്ള ഏത് പാത്രത്തിലും നമുക്കിപ്പം ഇതുകൊണ്ട് ചൂടാക്കിയിട്ട് നമ്മൾ കൈ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന ഒരു ഇതിലിങ്ങനെ പിടിക്കണം. എന്നിട്ട് നമുക്കിതുപോലെ തുണി വെച്ചൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കാം. ഞാൻ ആ കാൻഡിൽ കത്തിക്കുന്നത് ഓൾറെഡി ഒരു ബ്ലാക്ക് ഇതാണ്. അപ്പം ഞാൻ അതിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാവേ. അതിപ്പോൾ ഞാൻ എന്തായാലും അത് നല്ലോണം ക്ലീൻ ആക്കാനായിട്ടുണ്ട്. ഹീറ്റ് ഗണ്ണിൽ വർക്ക് ചെയ്ത കാരണം കൊണ്ട് നല്ലോണം അങ്ങ് വിയർത്തു മൊത്തത്തിൽ. ഇത് കണ്ടോ, ഇങ്ങനെ നമുക്ക് വാക്സ് നമ്മുടെ ടിഷ്യൂലോ ക്ലോത്തിലോ എങ്ങാനും നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ. ഇനി ഞാൻ അതിൻ്റെ ഇത് പക്ഷെ ഞാൻ പണ്ട് യൂസ് ചെയ്തിരുന്ന സാധനമാണ്. ഇതും നമുക്ക് ഇതുപോലെ തന്നെ ചൂടാക്കിയിട്ട്, പക്ഷെ നമ്മൾ പിടിക്കണം കേട്ടോ എന്തെങ്കിലും വെച്ചിട്ട്, ഇല്ലെങ്കിൽ നമുക്ക് അത് പണി കിട്ടും, കൈ പൊള്ളുവേ. ഇത് കുറച്ച് സമയം എടുക്കും കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ ഇവിടെ എല്ലാം ഇങ്ങനെ വാക്സ് വീണിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ആക്കിയെടുക്കുമ്പോൾ എന്തെങ്കിലും ക്ലോത്ത് കണ്ടോ, ഇതിങ്ങനെ ഉരുകുന്ന കണ്ടോ, കാണുന്നുണ്ടോ? ഇത് എടുത്തിട്ട് സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. കാരണം ഇത് ബ്രാസാണ്, അതും ചൂടാവും. കണ്ടോ, ഇങ്ങനെ ക്ലീൻ ആക്കിയെടുക്കാം നമുക്ക് ഈ സാധനം. കണ്ടോ, ഇത് മൊത്തത്തിൽ ചൂടാകുന്നുണ്ട്.
ഇത് ഇങ്ങനെ ഈ മെഴുകെല്ലാം നമുക്കിങ്ങനെ ഉരുകി കിട്ടും. അതിങ്ങനെ താഴെ പോയി. ശരിക്കും നമുക്ക് ഈ മെഴുകെല്ലാം ഇങ്ങനെ അങ്ങനെ ഇരുന്നിട്ട് വേണം ഈ സാധനങ്ങൾ ക്ലീൻ ആക്കി എടുക്കാൻ കേട്ടോ. ഇത് ഞാനിവിടെ ഇരുന്ന് പയ്യെ ക്ലീൻ ആക്കിയിട്ട് അത് എടുത്ത് വയ്ക്കും. അപ്പം ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ ഭാഗം വേഗം ക്ലീൻ ചെയ്തിട്ട് ഞാൻ വേറെ ക്യാൻഡിൽ സ്റ്റാൻഡ് എടുത്ത് വയ്ക്കുക കേട്ടോ ചെയ്യാറുള്ളത്. ഇതുപോലെ ഞാനിങ്ങനെ വലിയ ഷീറ്റ് ഇങ്ങനെ മേടിച്ച് വെച്ചിരിക്കുക ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കും, അധികം പെട്ടെന്ന് ഇതാകാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിൻ്റെ അടിയിൽ നിന്ന് ഇത് ഇടയ്ക്കിടയ്ക്ക് മാറ്റും കേട്ടോ. ഒരു 2-3 ദിവസം കൂടുമ്പോൾ മാറ്റും. ഇത് ഒത്തിരി ഉണ്ടാവും നമുക്കൊരു പാക്കറ്റിനകത്ത്. ഇതിപ്പോൾ ഞാനൊരു ചെറിയ കാൻഡിൽ സ്റ്റാൻഡ് ആട്ടോ വെച്ചേക്കുന്നത്. അപ്പോൾ ദാ നമ്മളുടെ ഈ ഭാഗം ഇപ്പം ക്ലീൻ ആക്കി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ക്ലീൻ ആക്കാനുള്ളത് ചെടികളാണ്. പോയ സമയത്ത് നമ്മളെല്ലാത്തിനും വെള്ളമൊക്കെ ഒഴിച്ച് എല്ലാം റെഡിയാക്കിയിട്ടാണ് പോയത്. പക്ഷെ അതിൽ 1-2 എണ്ണത്തിനൊക്കെ ചെറിയൊരു വാട്ടമുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ലീഫ് കാര്യങ്ങളെല്ലാം ഒന്ന് വെട്ടി കൊടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ ക്ലീനിങ്ങിന് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒക്കെ തീരും. അപ്പോൾ ഇനി അതൊക്കെയാണ് ചെയ്യാനുള്ളത്, അത് ചെയ്യും. ഇതെൻ്റെ ചെടികളുടെ ഐറ്റംസുകളൊക്കെ വെക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. എൻ്റെ ട്രൈപോഡ് കാര്യങ്ങൾ ഇതെല്ലാം ഞാൻ ഇവിടെയാണ് വെക്കാറുള്ളത്, ഷൂട്ടിന് ആവശ്യമുള്ള ഐറ്റംസുകളൊക്കെ. അപ്പം ഞാൻ ഒരു പേപ്പറും ഈ ചെടിക്ക് വേണ്ട അതിൻ്റെ കട്ടർ എന്ത് ചെയ്യുമ്പോൾ അതും ഞാൻ എടുക്കട്ടെ. കുറേ ഇതുകളുണ്ട് ആ ഭാഗത്തും ഒക്കെ കട്ട് ചെയ്യാനുണ്ട്, ഡ്രൈ ആയിട്ടുള്ള കുറേ ലീഫുകൾ കേട്ടോ. അപ്പം മെയിനായിട്ട് ഇത് കണ്ടോ, ഇതിൻ്റെ അകത്തൊക്കെ ലീഫ് ഡ്രൈ ആയി പോയിട്ടുണ്ട്. നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനേ ഇതിൻ്റെ ഇതെല്ലാം പുതിയത് വന്ന ഷൂട്ടുകളാണ് ഇത് മുഴുവനും. അപ്പം ഇനി ഈ പഴയത് നിൽക്കുന്നതൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാമെന്ന് വിചാരിക്കുക. പുതിയത് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് വരട്ടെ എന്ന് വെച്ചിട്ടേ. അങ്ങനെ നമ്മൾ ഈ ചെടീനെ മുട്ടയടിച്ച് ഇതിനിപ്പോൾ ഉണ്ടല്ലോ, ഇനി ഇതെല്ലാം പുതിയത് വരുന്ന ലീഫുകളാണ്. അപ്പോൾ ഇതെല്ലാം ഇനി ബാക്കിയുള്ളതും കൂടിയൊക്കെ വളർന്ന് വരുമ്പം റെഡിയായി നിൽക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്തത് ഈ CC പ്ലാന്റ് ആണ്. ഇത് കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം ഇനി ഇതിൽ നിന്നൊക്കെ ഇതൊന്ന് മാറ്റിയെടുക്കണം. കരിഞ്ഞതൊക്കെ ഒന്ന്, അധികമൊന്നുമില്ല, കുറച്ച്. ഇതിനെപ്പോഴും ഇങ്ങനെ വെട്ടം കിട്ടുന്ന സ്ഥലത്തൊക്കെ ഒന്ന് വെക്കുന്ന കേട്ടോ നല്ലത്. ഞാൻ അപ്പുറത്തെ സൈഡിലാണ് വെച്ചിരുന്നത് പോകുന്ന സമയത്ത്, അത് കാരണം കൊണ്ട് കുറച്ച് കരിഞ്ഞു പോയി. എൻ്റെ ഈ ഫിഗിൻ്റെ ലീഫുകളാണെങ്കിലും ഒന്ന് പൊഴിയുന്നുണ്ട്. എന്താ കാര്യം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഫിഗ് ഞാനങ്ങനെ വെച്ച് അധികം എനിക്ക് ഒരു പരിചയമില്ലാത്തൊരു ചെടിയാണ്. അപ്പം അറിയാവുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്ത് തരണേ. വെള്ളം ഒഴിക്കുന്നുണ്ട്, ചിലപ്പോൾ വെള്ളം കുറവായതുകൊണ്ടായിരിക്കും കുറഞ്ഞത്. പിന്നെ ഉണ്ടല്ലോ, എൻ്റെ അടുത്ത് 1-2 പേര് ഹോൾ വീഡിയോ ചെയ്യണം ചേച്ചി, അവിടെ നിന്ന് മേടിച്ച ത്രെഡിൻ്റെ സാധനങ്ങളുടെയും എന്നൊക്കെ. അപ്പം ഞാൻ ത്രെഡിൻ്റെ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ത്രെഡ് ഞാനന്ന് ഷോപ്പിൽ പോയപ്പോൾ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു വൂളാണ്, പക്ഷെ അവിടുത്തെ ത്രെഡുകൾക്കൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇതൊരു എന്താണ്, ഒരു പിങ്ക് ഷെയ്ഡാണ്.
പിങ്ക് എന്ന് പറഞ്ഞാലും ഒരു വേറൊരു നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കേട്ടോ. ഇതൊരു ക്രീം ഷെയ്ഡ് അതുപോലത്തെ ഒക്കെ തന്നെ മെറ്റീരിയലിലുള്ളത്. ഇത് ഒണിയൻ പിങ്ക് എന്ന് പറയും, ആ ഒരു ഷെയ്ഡാണ് ഇത് വന്നിരിക്കുന്നത്. ഇതും ഒണിയൻ പിങ്ക് ആണ്, ഇത് അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ്. പിന്നെ ഇങ്ങനത്തെ വൂള് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ കൈ വെച്ച് ചെയ്യുന്ന ഇതാ. അപ്പം ഞാൻ അതുവരെ അത് ചെയ്തിട്ടില്ല, അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ്. അതിൻ്റെ വേറെ കളേഴ്സും ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇത് പക്ഷേ ഇത് കോട്ടൺ ആണ് കേട്ടോ. ഈ ത്രെഡ് ഇത് നമ്മളുടെ ഇവിടെ കിട്ടുന്ന ഒരു കോട്ടൺ അല്ല, ഇതിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു വൂളും കൂടി മിക്സ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇതിവർ കോട്ടൺ എന്നാണ് ഇതിന്മേ എഴുതിയിരിക്കുന്നത്. പക്ഷെ നല്ല അമിഗുരുമിക്കൊക്കെ പറ്റുന്ന മാതിരത്തെ നല്ല ത്രെഡാട്ടോ ഇത്. നല്ല അവിടുത്തെ ത്രെഡുകൾക്കെല്ലാം നല്ല ക്വാളിറ്റി വ്യത്യാസമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്ന് എടുത്ത ഒരു ത്രെഡ് ഇങ്ങനെയാണ്, ഈ ഗോൾഡൻ ഇത് മിക്സ് ആയിട്ടുള്ള ടൈപ്പ് ത്രെഡ് കണ്ടോ, കനം കുറഞ്ഞിട്ട്. പിന്നെ ഇതും കൈ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ത്രെഡ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതും കനം കുറഞ്ഞ ഒരു കോട്ടൻ്റെ ത്രെഡാണ് കേട്ടോ. ഇത് ഞാൻ എന്തിനാണ് എടുത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കിത് കണ്ടപ്പോൾ ഇതിൻ്റെ ഈ കളർ കോമ്പിനേഷൻസ് എനിക്ക് ഇഷ്ടമായി, അപ്പോൾ അത് കാരണം കൊണ്ട് എടുത്തതാണ്. ഇതും നേരത്തെ കാണിച്ച അതേപോലെ തന്നെ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നപ്പോഴത്തേനും യാണൊക്കെ ഒരു പരുവായിട്ടുണ്ട്. ഇത് കണ്ടോ, ഗോൾഡൻ മിക്സ് ആയിട്ടുള്ളത്. ഇത് വൈറ്റിൻ്റെ തന്നെ ഒരെണ്ണം കൂടി. ഇത് ഞാൻ അവിടെ നിന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഗോൾഡൻ ത്രെഡ് മിക്സ് ആയിട്ടുള്ളത്. ഇത് റീസൈക്കിൾഡ് കോട്ടൺ ആണ് കേട്ടോ, കോട്ടൺ ഞാനാണ്. പക്ഷെ ഇത് നല്ല ഭംഗിയുണ്ട്, മാറ്റൊക്കെ ചെയ്യാനായിട്ട് അടിപൊളിയാന്ന് തോന്നുന്നുണ്ട്. ഇതിൻ്റെ ഇത് പോയി. ഇതും നമ്മൾ ആ വൈറ്റ് ഞാൻ കോട്ടൺ എന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഷെയ്ഡിലൊക്കെ തന്നെയുള്ള ഒരു ത്രെഡാണ്. ഈ ത്രെഡുകൾ ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ ത്രെഡ്. ഇത് കണ്ടോ, ഇത് ഭയങ്കര കനം കുറവാണ്. അപ്പം നമുക്ക് ഇങ്ങനത്തെ ത്രെഡ് ഞാൻ എടുത്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ത്രെഡും തമ്മിൽ ഒരുമിച്ച് പിടിച്ച് നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. നല്ലൊരു കളർ കോമ്പിനേഷനിലുണ്ട്. ഇതിൻ്റെ കൂടെയും പോകും, ഇത് ഈ വൈറ്റിൻ്റെ കൂടെയും പോകും. കണ്ട ഇങ്ങനെ നമുക്ക് ഏതിൻ്റെ ഒപ്പമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ബോർഡറൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ലേസ് വർക്കൊക്കെ ചെയ്യില്ലേ നമ്മൾ, ചെറിയ ചെറിയ മാറ്റുകളുടെ റൗണ്ട് മാറ്റിൻ്റെ ഒക്കെ പുറത്തൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ത്രെഡുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. അതുപോലെ തന്നെ മാറ്റുകൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലാണെങ്കിലും നമുക്ക് ചെയ്ത് വിടാനായിട്ട് ഈ ഗോൾഡൻ മിക്സ് ഒക്കെ ഉള്ള പോലത്തെ ത്രെഡുകൾ നല്ലതാണ് കേട്ടോ. ഇതും അതുപോലത്തെ തന്നെ വേറെ ഒരു വെറൈറ്റി ത്രെഡാണ്. ഇത് കണ്ടോ, ഇതും നമുക്കിങ്ങനെ ഇത്രയും കനം കുറവാണ് ഈ ത്രെഡ്. നമുക്ക് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഭംഗിയിൽ കിട്ടും കേട്ടോ. നമുക്ക് കനം കുറഞ്ഞ രണ്ട് ത്രെഡുകൾ തമ്മിൽ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ആ ഒരു ടൈപ്പ് യാണുകളൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ തന്നെ വേറെ ഒരു ഷെയ്ഡ്, ഇതിൻ്റെ മിക്സിൻ്റെ വേറൊരു ഷെയ്ഡ്. പിന്നെ ഇത് കണ്ടോ, കൈകൊണ്ട് ചെയ്യുന്ന യാണിൻ്റെ ഒരു കോമ്പിനേഷൻ. ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു 3-4 പാക്ക് റോള് മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കിത് വെച്ചിട്ടൊരു കുഷ്യൻ കവർ ചെയ്യണം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. ചെയ്തു വരുമ്പോൾ എങ്ങനെയാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനത് പഠിച്ചിട്ടില്ല. പഠിച്ചിട്ട് വേണം ചെയ്ത് നോക്കാനായിട്ട്, കൈകൊണ്ട് ചെയ്യുന്നത്. അപ്പം ഇത് കണ്ടോ, അത് പിന്നെയും മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടതേ, ഇതിൻ്റെ 3-4 ഷെയ്ഡ് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇത് വേറൊരു ഷെയ്ഡാ. ഇത് കണ്ടോ, ഇതിങ്ങനത്തെ 4 ഷെയ്ഡാണ്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായ ത്രെഡുകൾ. ഇത് എന്ത് ത്രെഡാന്ന് ഞാൻ പറഞ്ഞു തരാവേ. ഇത് കണ്ടോ, ഇതെന്തെന്നത് വായിച്ചു വന്ന് മാർസെല്ലർ എന്നാണ് എൻ്റെ പേരെന്ന് തോന്നുന്നു. ഇതിനൊക്കെ ഒരു റോളിന് 35 ദിറംസ് ഉണ്ട് കേട്ടോ വില. ഇത് പിന്നെ എനിക്ക് വേറെ ഒരു സ്ഥലത്തു നിന്നാണ് കിട്ടിയത് കേട്ടോ. ഇത് കിട്ടിയ സ്ഥലം ഞാൻ ഈ ഷോപ്പിൽ നോക്കിയിട്ട് എനിക്കിത് അവിടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നേ. അയ്യോ, ഞാനിത് എവിടെ നിന്നാണ് മേടിച്ചത്? ഞങ്ങൾ ലാസ്റ്റ് പോരുന്ന അതിൻ്റെ 2 ദിവസം മുമ്പ് എങ്ങാണ്ട് അവിടെ നമ്മൾ ആ ഷൂസൊക്കെ മേടിച്ച ഷോപ്പ് എവിടെയായിരുന്നു പോയത്?
ഔട്ട്ലെറ്റ് മോള് അല്ലേ? ഔട്ട്ലെറ്റ് മോളിൽ പോയപ്പം അവിടെ നിന്ന് ഒരു ഷോപ്പിൽ നിന്നാണ് കിട്ടിയത്. അവിടെ അതും ഒരു ക്രാഫ്റ്റ് ഷോപ്പ് തന്നെയാണ് കേട്ടോ. പക്ഷേ ഇങ്ങനെ ത്രെഡിൻ്റെ ഒരുപാടുള്ള ഒരു ഷോപ്പൊന്നുമല്ല. അവിടെ നിന്നാണ് ഇത് എടുത്തത്. പിന്നെ ഞാൻ നിങ്ങളെ വീഡിയോയിൽ കാണിച്ചതുപോലെ ഗോൾഡൻ ത്രെഡുകളുണ്ട്. ഇതും നമുക്ക് ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന 2 ഗോൾഡൻ ത്രെഡ് ഉണ്ട്. പിന്നെ ഇതും ഒരു ഡാർക്ക് കളർ ത്രെഡ് ഉണ്ട്. ഡാർക്ക് കളർ ത്രെഡ് വളരെ കുറവാണ് ഞാൻ മേടിച്ചേക്കുന്നത്. പിന്നെ ദേ അവിടുത്തെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാനിത് അമ്മിഗുരുമി ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കണ്ണും അതിൻ്റെ നോസും ഒക്കെ ആയിട്ട് മേടിച്ചതാണ്. അതിൻ്റെ അതെ കണ്ണിവിടെ ഉണ്ട്, നോസ് അവരിവിടെ പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന 2 നീഡിൽ 4 mm 6 mm 2 നീഡിലും ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആണ് ഞാൻ അന്ന് ആ ത്രെഡ് ഷോപ്പിൽ നിന്ന് മേടിച്ചത്. ഇത് അത്യാവശ്യം പൈസയായി, പക്ഷെ ഇതെല്ലാം ഞാൻ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു ഇത്രയും മേടിച്ച് കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് യാണിൻ്റെ ഹോൾ വീഡിയോ ഞാൻ ഇതിൻ്റെ ഒപ്പം ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസായിട്ട് കാണാം. ബൈ.